അതെ, പണ്ട് കണ്ടൊരു സിനിമയാണ് ചിദംബരം. കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. 1985 ഇറങ്ങിയ ജി അരവിന്ദൻ രചനയും സംവിധാനവും ചെയ്ത ചലച്ചിത്രമാണ് ചിദംബരം. CB ശ്രീരാമൻ്റെ ചെറുകഥയെ ആധാരമാക്കി നിർമ്മിച്ച ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു അടയാളമായി നിലകൊള്ളുന്നു. ചിത്രം മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള അർത്ഥതലങ്ങളെ പരിശോധിക്കുന്നു. പശ്ചാത്തലമാകുന്നത് വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമമാണ്. കേന്ദ്ര കഥാപാത്രങ്ങളായ ശങ്കരനും തോട്ടത്തിലെ ജോലിക്കാരനായ മുനിയാണ്ടിയുടെയും ജീവിതത്തിൽ ആഴമുള്ള ഒട്ടേറെ വികാരങ്ങളെ തിരിച്ചറിയാൻ ചിത്രം പ്രേരിപ്പിക്കുന്നു. മുനിയാണ്ടിയുടെ ഭാര്യ ശിവകാമി സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. അരവിന്ദൻ്റെ ചിന്താശൈലിയും സംഭാഷണങ്ങളിൽ ആഴം പ്രകടമാക്കുന്ന ഈ സിനിമ മനുഷ്യൻ്റെ പ്രണയവും അവിശ്വാസവും കുറ്റബോധവും അന്വേഷണവുമൊക്കെയായി ഒരു മാനസിക പ്രവാഹം ഒരുക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇതുപോലെയുള്ള സിനിമകൾ മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനും ഒരു വെല്ലുവിളിയായി തോന്നിയേക്കാം. സിനിമയുടെ ഗതിമാറ്റം, മൂകപ്രസംഗങ്ങൾ, പ്രകൃതിയുടെ ഭാവങ്ങൾ എന്നിവ മനോഹരമായൊരു ആസ്വാദനാവസ്ഥ സൃഷ്ടിക്കുന്നു. ചിദംബരം സമകാലിക സമൂഹത്തിൻ്റെ വ്യത്യസ്ത പ്രശ്നങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ ധ്വനികളിൽ മാനവികതയുടെ പദച്ഛായ തെളിയിക്കുകയും ചെയ്യുന്നു. സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമ തന്നെ ആയിരിക്കും ജി അരവിന്ദൻ്റെ ചിദംബരം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ചിത്രം യൂട്യൂബിൽ തന്നെയുണ്ട്. ഇങ്ങനെ കണ്ടു മറന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാവില്ലേ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? വീണ്ടും കാണാമല്ലോ. എനിക്കും കാണാത്തവർക്കും കണ്ടവർക്ക് വീണ്ടും കാണാനും. ഇതുപോലെ പഴയതും പുതിയതുമായിട്ടുള്ള ഒരുപാട് സിനിമകളുമായിട്ട് വീണ്ടും വരാം.